ഇറങ്ങിക്കോ. നല്ല അടിപൊളി ചായ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് അയ്യപ്പൻ കോവിൽ, ഇടുക്കി ജില്ലയിലെ അയ്യപ്പൻ കോവിൽ തൂക്കുപാലം എന്ന് പറയുന്ന ഈ സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കട്ടപ്പന കുട്ടിക്കാനം റോഡിൽ പുരാതനമായ ഒരു അയ്യപ്പ ക്ഷേത്രമുണ്ട്, അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ്. അപ്പോൾ അങ്ങോട്ടാണ് ഇന്ന് നമ്മൾ പോകുന്നത്. നിങ്ങൾ ബാക്കിയുള്ളതെല്ലാം ഒന്ന് കണ്ടു നോക്കുക. ഇടയ്ക്ക് ഞങ്ങൾ വരുമ്പോൾ ഇതിൻ്റെ ഇൻട്രോ ഞങ്ങൾ ഇങ്ങനെ തുടങ്ങാനായിട്ട് ഒരു ചായയും ഒരു ഉള്ളിവടയും കഴിച്ച് തുടങ്ങാനുള്ള ഒരു പ്ലാനായിരുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് പോകാം. കാണണം, എന്നാലേ അതിൻ്റെ ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ഈ കാണുന്നതാണ് അയ്യപ്പൻ കോവിൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം. പുരാതനമായ ക്ഷേത്രമാണ്. ഇതിൻ്റെ തന്നെ ഇതൊരു പഴയ ക്ഷേത്രമായതുകൊണ്ട് ഇതിൻ്റെ കൂടുതൽ പ്രവർത്തനങ്ങൾ ഇവിടെ ഇല്ല. വളരെ കുറച്ച് മാത്രമേ ഇവിടെ പ്രവർത്തനങ്ങൾ നടക്കാറുള്ളൂ. അല്ലെങ്കിൽ പൂജയൊക്കെ എല്ലാ ദിവസവും നടക്കാറുണ്ട്, പക്ഷെ ഇപ്പം ഒന്നും നടക്കാറില്ല. ശിവരാത്രി മഹോത്സവത്തിന് ഏറ്റവും കൂടുതൽ ഈ പ്രദേശത്ത് ഉള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ആളുകൾ വന്നിറങ്ങുന്ന സ്ഥലമാണ് ഈ അയ്യപ്പൻ കോവിൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം. വളരെയധികം പുരാതനമായ ഒരു ക്ഷേത്രമാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ ഇതിലേക്ക് വരുന്ന ഒരു പടിയിൽ ജസ്റ്റ് ഒന്ന് കയറിയതാണ്. പടിയിലല്ല, ഇങ്ങോട്ട് വരുന്ന ഇപ്പം വെള്ളം കയറാറായതുകൊണ്ട് ഇത് കെട്ടിയിട്ടേക്കുന്നതാണ്. ഇപ്പം കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ ഇവിടെയൊക്കെ വെള്ളമാകും. അന്നേരം ക്ഷേത്രത്തിൽ പൂജകൾ നടക്കത്തില്ല. പൂജകൾ നടക്കാത്ത സമയത്ത് ഇതുവഴി വന്നാണ് ഈ ക്ഷേത്രത്തിൻ്റെ നമ്മുടെ ഏറ്റവും മുകളിലേക്ക് ചെല്ലും ഈ പൂജകൾ നടത്തുന്ന ശ്രീകോവിലേക്ക് പോകുന്നത്. അതിനുവേണ്ടിയാണ് ഇത് കെട്ടിയിട്ടേക്കുന്നത്. അപ്പം പൂജകൾ നടത്താനുള്ള ഒരു സൗകര്യം ഉണ്ടാവും. ഇടുക്കി ഡാമിൻ്റെ റിസർവെയർ ഏരിയയാണിത്. വെള്ളം കയറി കിടക്കുന്ന സ്ഥലമാണ്. അത് മാത്രമല്ല, ഇവിടെ ഈ മഴക്കാല സമയത്തെന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നും നമുക്ക് ഇതൊന്നും കാണാൻ സാധിക്കില്ല. പ്രധാനമായിട്ടും വളരെ നല്ല മനോഹരമായിട്ടുള്ള സ്ഥലം. ഇവിടെ എല്ലാം നിറഞ്ഞു കവിഞ്ഞ് വെള്ളം ഒഴുകുമ്പം നല്ല രസമുള്ളൊരു ഏരിയയാണ്. അത് മാത്രമല്ല, നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു ഇതുമെല്ലാം ഒരു പ്രത്യേകതരം അനുഭവം നമുക്ക് തരും. പ്രധാനമായിട്ടും വളരെ നല്ല മനോഹരമായിട്ടുള്ള സ്ഥലം. ഇവിടെ എല്ലാം നിറഞ്ഞു കവിഞ്ഞ് വെള്ളം ഒഴുകുമ്പം നല്ല രസമുള്ളൊരു ഏരിയയാണ്. അത് മാത്രമല്ല, നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു ഇതുമെല്ലാം ഒരു പ്രത്യേകതരം അനുഭവം നമുക്ക് തരും. ഇടിങ്ങി കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇതിലെ ഒന്നും എടുക്കാനായിട്ട് വന്നതല്ല, പക്ഷേ ഒന്ന് എടുത്ത് ഇറങ്ങി താഴോട്ട് വന്നപ്പോഴത്തേന് നല്ല അടിപൊളി ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഇത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നിങ്ങൾ കാണുക. അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടെ വെച്ച് നമുക്ക് 2 പുതിയ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ലിജു എന്നാണ് പേര്. പേരല്ലേ? എൻ്റെ പേര് സബിൻ. എവിടെയാ സ്ഥലം? ഞാൻ ഇവിടെ അടുത്ത് തന്നെ, വളവോട് അല്ലേ? അപ്പോൾ പുതിയ 2 സബ്സ്ക്രൈബേഴ്സാണ്. ഇവർക്ക് ഈ ഏരിയയെ കുറിച്ച് എന്താ പറയാനുള്ളതെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ചോദിക്കാം. എന്താ സബിന് നമുക്ക് ഈ ഏരിയയെ കുറിച്ച് പറയാനുള്ളത്? ഇത് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അത്യാവശ്യം നമ്മൾ വീട്ടിലേക്ക് ഇരുന്ന് മടുക്ക് കഴിയുമ്പോഴത്തേക്ക് അത്യാവശ്യം ടെൻഷനൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് അത്യാവശ്യം ഇവിടെ വന്നിരുന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സ്ഥലമല്ലേ. പിന്നെ അത്യാവശ്യം നല്ല ഫോട്ടോ ഫേസ് ഒക്കെ ഉണ്ട് ഇവിടെ. അത്യാവശ്യം നല്ല ഇതുള്ള ഇവിടെ വന്ന് ഫോട്ടോ എടുക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല വൈകുന്നേരങ്ങളിൽ അത്യാവശ്യം മഞ്ഞ് ഇവിടെ കയറുന്നുണ്ട്. അന്നേരം മഞ്ഞൊക്കെ ആസ്വദിക്കാനുള്ളവർക്കൊന്ന് ഇവിടെ ആസ്വദിക്കാവുന്നൊക്കെയാണ്. പിന്നെ എന്നാ പറയുന്നത്, അയ്യപ്പൻ കോവിൽ അത്യാവശ്യം ഫേമസ് സ്ഥലമാണ്. ആ കുഴപ്പമൊന്നുമില്ല, നല്ല സ്ഥലമല്ലേ. ഇപ്പൊ എന്താ സബിനെ ടെൻഷൻ കാരണമാണോ വന്നത്? എന്തോ ടെൻഷൻ കാരണമാണോ വന്നത്? ടെൻഷൻ കാണാമെന്നല്ല, ടെൻഷൻ മാറാമെന്നല്ല. ടെൻഷൻ അങ്ങനെ ഇല്ല. ഇപ്പൊ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? ഇപ്പൊ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? ഓ, ഇപ്പൊ എന്തോന്ന് ടെൻഷൻ? ലോക്ക്ഡൌൺ ഒക്കെ ആയതുകൊണ്ട് ഒരു ചെറിയൊരു ടെൻഷനേ ഉള്ളൂ. ലിജുവിന് അങ്ങനെ ലിജു എന്താ ഈ ഏരിയയെ കുറിച്ച് പറയാനുള്ളത്? ഇടയ്ക്കൊക്കെ ഇതിലേക്ക് വരാറുണ്ടോ? ഇടയ്ക്ക് വരാറുണ്ട്. എങ്ങനെയാ ടെൻഷൻ ഉള്ളപ്പോഴാണോ വരുന്നത്? അല്ല, ടെൻഷൻ ഉള്ളപ്പോഴല്ല, കളക്ഷൻ ഫ്രണ്ട്സൊക്കെ ആയിട്ട് അടിച്ചുപൊളിക്കാനൊക്കെ വരുന്നതാണ്. ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള സ്ഥലം ഇതാണോ? അതെ, വരാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സ്ഥലമാണല്ലോ അല്ലേ? നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ള വേറൊരാളാ. പുള്ളിക്ക് ചെറിയൊരു ചമ്മലൊക്കെ കാരണം മാറിയിരിക്കുകയാണ്. പുള്ളി ഷൂട്ട് ചെയ്ത കാര്യം പറഞ്ഞപ്പോൾ തന്നെ അവിടെ നിന്ന് മാറി. ലിജിൻ എന്നാണ് പുള്ളിയുടെ പേര്, നമ്മുടെ ഒരു സുഹൃത്താണ്. അപ്പോൾ ഈ ഏരിയ നല്ലൊരു ഏരിയ തന്നെയാണ് അല്ലേ? വെള്ളം കുറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നല്ല ഇവിടെയൊക്കെ വന്ന് നിൽക്കാൻ പറ്റുന്നുണ്ട്. വെള്ളമാണെങ്കിൽ ഒന്നും പറ്റത്തില്ലാത്തൊരവസ്ഥയാണ്. വെള്ളം കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇവിടെ മുഴുവൻ കവറപ്പായി വെള്ളം കയറി വരും. അന്നേരം നമുക്ക് ആ പാലത്തിൽ കയറുമെന്ന് മാത്രമേ എന്തെങ്കിലും താഴോട്ടുള്ള ഭംഗിയൊക്കെ ആസ്വദിക്കാൻ പറ്റുള്ളൂ. നല്ലൊരു ഏരിയ ആണ്. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ തൊട്ടടുത്ത സ്ഥലത്തേക്ക് പോവാണ്. നമുക്ക് ആ പാലത്തിൻ്റെ മുകളിൽ കയറി, അതായത് തൂക്കുപാലത്തിൻ്റെ മുകളിൽ കയറുന്നുള്ള അടുത്ത ഷോട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. നമ്മുടെ തൂക്കുപാലം ഇതാണ്. നല്ല രസമുള്ളൊരു കാഴ്ചയാണ് ഈ തൂക്കുപാലത്തിൽ കയറി എന്നിട്ട് നമുക്ക് താഴോട്ട് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. വളരെയധികം സേഫ്റ്റി ആയിട്ടും അതുപോലെ തന്നെ ഇവിടെയുള്ള ജനങ്ങൾക്ക് ഈ മഴക്കാല സമയത്ത് മഴക്കാല സമയത്ത് ഇവിടെയെല്ലാം നിറഞ്ഞു കവിഞ്ഞ് വെള്ളം ഒഴുകും. കാരണം നമുക്ക് ഈ ഒരു ഇപ്പം നോക്കിയാൽ താഴ്ഭാഗത്തൊന്നും വെള്ളമില്ല.
പക്ഷേ കുറച്ചുകൂടെ കഴിയുമ്പോൾ തന്നെ ഒരു മഴക്കാല സമയമൊക്കെ ആകുമ്പോൾ ഫുൾ വെള്ളമായിരിക്കും. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മളുള്ളത് ഈ തൂക്കുപാലത്തിൻ്റെ ഏറ്റവും ടോപ്പായിട്ടുള്ള സ്ഥലത്താണ്. ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് വളരെ അടിപൊളിയായിട്ടുള്ള വ്യൂസാണ് കാണാൻ സാധിക്കുന്നത്. അത് മാത്രമല്ല, ഇവിടുത്തെ ഇപ്പോൾ വെള്ളമില്ലാത്തതുകൊണ്ട് ഇത് താഴ്ഭാഗത്തുള്ള ചെടികളൊക്കെ നന്നായിട്ട് വളർന്നു നിൽക്കുന്ന കാണാൻ തന്നെ ഒരു രസമാണ്. വളരെയധികം റിസ്ക് ഉള്ള ഒരു ഏരിയയാണ്. ഒരു 60-70 മീറ്ററെങ്കിലും താഴ്ച കാണും ഇതിന്. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ കാലാവസ്ഥ നല്ല തണുപ്പുണ്ട്, നല്ല രസമുള്ള കാലാവസ്ഥ. അതുപോലെ ഹില്ലി ഏരിയകൾ ഫുള്ള് നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ സാധിക്കും. ഹായ് ബ്യൂട്ടിഫുൾ പീപ്പിൾ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ അയ്യപ്പൻകോവിൽ എന്ന് പറയുന്ന സ്ഥലത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തൂക്കുപാലം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. ഇപ്പോൾ ആക്ച്വലി ഇവിടെ വെള്ളമില്ലാത്തതിൻ്റെ ഒരു ചെറിയ പോരായ്മയുണ്ട്. വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ പൊന്നുമക്കളെ ഇതല്ല, വ്യൂ എന്ന് പറയുന്നത് വളരെ പെർഫെക്റ്റ് ആൻഡ് സൂപ്പർ ആൻഡ് സോ സാറ്റിസ്ഫൈയിങ് ആണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ കാണിക്കാനുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതിന് മുമ്പ് പറയണ്ട, അതിനു മുമ്പ് ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾ പറയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടിപൊളി സ്ഥലമാണ്, വന്ന് കാണുക. കൂടുതലൊന്നും പുള്ളിക്ക് പറയാനില്ല. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും സൈനിങ് ഓഫ്. ഷാൻ വെസ് വിപിൻ.